ഹായ്, എന്ത് നല്ല പൂക്കൾ! ഇവിടെ വരുമ്പോ തന്നെ ഒരു ഉണർവാണ്. കൊക്കിനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇനി എല്ലാവരും കൂടി അവനെ അടിച്ചു നാട് കടത്തിയോ? കയ്യിലിരിപ്പതാണല്ലോ. ഏയ് കോഴി, എന്തേ? നമ്മുടെ സ്വയം പൊന്തി കൊക്കെവിടെ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അവനോ? അവനിപ്പോ വിശ്രമത്തിലാ. വിശ്രമത്തിലോ? അതെ, കൊക്കിന്റെ വെറുപ്പിക്കൽ സഹിക്കാനാവാതെ സഹജീവികൾ പണി കൊടുത്തതാ. കാണണമെങ്കിൽ ഇതേ അങ്ങോട്ടേക്ക് വിട്ടോ. എവിടേക്ക്? മേച്ചേരി പുൽമൈതാനത്തിലാ അവന്റെ വിശ്രമം. അയ്യോ, എനിക്ക് വയ്യേ. എവിടെ? കൊക്കിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഏ? ഏ? അതെ, ആ പൊങ്ങച്ചക്കാരൻ കൊക്കിനെ ഇവിടെ എങ്ങനെ കണ്ടോ? ആ കൊക്ക് തന്നെയാടാ ഞാൻ. പൊങ്ങച്ചക്കാരൻ ഇപ്പോൾ പൊങ്ങ പോലെയായല്ലോ. എന്താ ഇവിടെ വിശ്രമിക്കുന്നത്? ഇവിടെ ഒരൊറ്റ തെങ്ങ് പോലുമില്ലല്ലോ. എനിക്കിപ്പോൾ തെങ്ങു കാണുന്നതേ പേടിയാടാ. എന്താ കുഴപ്പം? ആ കേളനും കാക്കയും കൂടി എന്റെ തലയിൽ തേങ്ങയിട്ടടാ. എന്നിട്ടെന്നെ ഈ പരുവത്തിലാക്കി. ഓഹോ, അപ്പൊ ജീവിതകാലം മുഴുവൻ ഈ മൈതാനത്ത് തെക്ക് വടക്ക് നടക്കാനാണോ നിന്റെ ഭാവം? പറ. അല്ല, ആദ്യം എന്റെ തലയൊന്ന് നേരെയാകട്ടെ, എന്നിട്ട് വേണം രണ്ടിനെ വകവരുത്താൻ. നീ ഇപ്പോൾ ഇവിടെ വന്നതേതായാലും നന്നായി. എന്തേ? നിന്നെ മാത്രമേ എനിക്കിവിടെ വിശ്വാസമുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിന്റെ തലക്കെന്തോ തകരാറുള്ളത് പോലെയാ. അതിന്റെ കൂടെ തേങ്ങ കൂടെ വീണപ്പോ പൂർണ്ണമായി. അവാർഡും അനുമോദനവും കിട്ടിയ സ്ഥിതിക്ക് ഇനി നിനക്കിവിടെ പാറി പറന്ന് നടക്കണമെങ്കിൽ ചുമ്മാ ഇവിടെ വിശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് നാട്ടുവൈദ്യരെ കണ്ട് ചികിത്സ തുടങ്ങണം. മനസ്സിലായോ? എങ്കിൽ വാടേ, നമുക്ക് വൈദ്യരുടെ അടുത്തേക്ക് പോകാം. ആഹാ, ആ വൈദ്യര് കൊള്ളാം. ഇപ്പോൾ ഞാൻ പഴയതിലും ചുറുചുറുക്കനായല്ലോ. എന്റെ ശരീരത്തിന്റെ വേദന മാറി, പക്ഷേ മനസ്സിന്റെ വേദന മാറണമെങ്കിൽ അവന്മാരെ വകവരുത്തണം. അതിന് നിന്റെ ഈ തൊലിവെളുപ്പും സൗന്ദര്യവും മാത്രം പോരാ, തലയ്ക്കകത്ത് ആൾതാമസം വേണം. ആൾതാമസമൊക്കെ ഉണ്ടടേ, എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ പകരം വീട്ടണമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. എത്ര നല്ല നടക്കാത്ത സ്വപ്നം എന്ന് പറഞ്ഞ പോലെയാവും അത്. അവന്റെ അഹങ്കാരത്തിന് ഇത്രയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ, വേണ്ടേ? അവൻ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതും വല്ല മണ്ടത്തരമായിരിക്കും. നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവന്മാരെവിടെ എത്തിക്കേ. നീ എല്ലേലും മിടുക്കനല്ലേ. എന്റെ തലയിൽ തേങ്ങയിട്ടെങ്കിൽ അവന്മാരുടെ തലയിൽ ചക്കയിടണം. നല്ല ഒന്നാന്തരം വരിക്കച്ചക്ക. എങ്കിലേ എന്റെ മനസ്സിലെ തീ അണയൂ. എങ്കിൽ അവന്മാരെ അവിടെ എത്തിക്കാൻ ആരെയെങ്കിലും ഏർപ്പാടാക്കൂ. എന്നെ എന്തായാലും അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അതിനിപ്പോൾ എന്താ ചെയ്യാ? ഏതെങ്കിലും കൂട്ടുകാരോട് പറയൂ.